ലഹരി മാഫിയയുടെ വേറെക്കാനായി കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പെരുമ്പാവൂരിലെത്തും. അവിടെ അതിഥിത്തൊഴിലാളികളെ മറയാക്കി ലഹരി വിപണനം വ്യാപകമാണെന്ന പരാതി ഉയർന്നതിനെ തുടർന്നാണ് പെരുമ്പാവൂരിലെ ജനകീയ ചെറുത്തുനിൽപ്പുകൾക്ക് പിന്തുണ നൽകാൻ ആഭ്യന്തരമന്ത്രി നേരിട്ട് എത്തുന്നത്. പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂളിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന ലഹരി വിരുദ്ധ ബഹുജന റാലി രമേശ് ചെന്നിത്തല നയിക്കും. തുടർന്ന് നഗരമധ്യത്തിൽ തൂഫാൻ പതാക ഉയർത്തും. ഫാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മുഖാമുഖത്തിൽ വ്യാപാരി വ്യവസായികൾ, സാമുദായിക സാമൂഹ്യ നേതാക്കൾ, ലഹരി വിരുദ്ധ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരുമായി മുഖാമുഖമുണ്ട്. വൈകിട്ട് 5-ന് ഭായി കോളനി എന്നറിയപ്പെടുന്ന കണ്ടത്തറയിൽ എത്തി തദ്ദേശ സ്ഥാപനങ്ങളിലെ തദ്ദേശവാസികളോടും അതിഥിത്തൊഴിലാളികളോടും ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തും. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, ഈ ആഭ്യന്തര വകുപ്പിന്റെ ഒരു വലിയ ശ്രമം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്, ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ. ഇപ്പോൾ നമുക്കറിയാം, പെരുമ്പാവൂരിലൊക്കെ അതിഥിത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളുണ്ട്. അവിടെ അനധികൃതമായുള്ള ഇത്തരം മയക്കുമരുന്ന് കച്ചവടം, പാൻ മസാലകളുടെ ഉപയോഗമൊക്കെ ഉണ്ട്. അവിടെ എന്തിടപെടലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, എറണാകുളത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലഹരി കൈമാറ്റം നടക്കുന്നതും ലഹരി കച്ചവടം നടത്തുന്നതും ലഹരി ഉപയോഗം നടക്കുന്നതും ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതും പെരുമ്പാവൂരാണ്. പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികൾക്കിടയിലാണ്. അതിഥി തൊഴിലാളികൾ അവരുടെ നാടുകളിൽ പോയി തിരിച്ചു വരുമ്പോൾ വരുന്ന വാഹനങ്ങളിൽ ഇത്തരത്തിൽ ലഹരികൾ കടത്തുന്നു എന്ന വലിയൊരു ആരോപണമുണ്ട്. വലിയ രീതിയിലുള്ള പോലീസിന്റെ റെയ്ഡ് അവിടെ പലയിടങ്ങളിലായി തുടരുന്നുണ്ട്. നമുക്കറിയാം, വലിയ പ്രശ്നങ്ങളായിരുന്നു പെരുമ്പാവൂരിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നത്. പ്രത്യേകിച്ച് ലഹരി കച്ചവടം, പരസ്യമായിട്ടുള്ള ലഹരി ഉപയോഗം, ലഹരി കച്ചവടം, ലഹരി ഉപയോഗിച്ച് ആളുകൾ റോഡിൽ വീണ് കിടക്കുന്നതും മരിക്കുന്നതുമൊക്കെ നമ്മൾ സ്ഥിരം കാഴ്ചയാണ്. അവിടെ കൊലപാതകങ്ങൾ കൂടുന്നുണ്ട്. അങ്ങനെ വലിയൊരു പ്രശ്നമായിരിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി പെരുമ്പാവൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തിലുടനീളം നടക്കുന്ന ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം, അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് സംസ്ഥാന സർക്കാർ പെരുമ്പാവൂരിനെ കാണുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു മാസ് ഡ്രൈവ് തന്നെ നടന്നു. അതായത് വലിയ രീതിയിലുള്ള ലഹരി പിടിച്ചെടുക്കലും വലിയ രീതിയിലുള്ള ഡ്രൈവ് തന്നെയായിരുന്നു പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടന്നത്. അതിഥി തൊഴിലാളികൾക്കിടയിൽ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ളവ നടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ വിവരം അറിയിക്കുക എന്നീ തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെയാണ് പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പെരുമ്പാവൂരിലേക്ക് എത്തുന്നത്. അവിടെ ലഹരി വലിയ പ്രശ്നങ്ങളാണ്. അവിടെ താമസിക്കുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഈ അതിഥി തൊഴിലാളികൾ ലഹരി ഉപയോഗം ശക്തമായിരിക്കുന്നത് കാരണം അവിടെയുള്ള പ്രദേശവാസികൾക്ക് പോലും ഭയമാണ്. അവിടെ പൊതുവാഹനങ്ങളിൽ കയറുവാനോ അല്ലെങ്കിൽ അവിടെ താമസിക്കുവാനോ നിരത്തിലിറങ്ങാനോ ഒക്കെ വലിയ ഭയപ്പാടാണ്. അതിനുള്ള പരാതികളൊക്കെ പോലീസിന് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പോലീസിന് വേണ്ട വിധത്തിൽ അവിടെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ, അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അവിടെ ഒരു പരിശോധന നടത്താനായി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ വലിയ പരിശോധനയും ലഹരി പിടികൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി അവിടേക്ക് എത്തുന്നത്. പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂളിൽ ഉച്ചയ്ക്ക് 2:30 ലഹരി വിരുദ്ധ ബഹുജന റാലി സംഘടിപ്പിക്കും. അവിടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അവിടെ എത്തും. അതോടൊപ്പം തന്നെ തൂഫാൻ പതാക ഉയർത്തും. നഗരമധ്യത്തിൽ തൂഫാൻ പതാക ഉയർത്തും. അതിനുശേഷം വ്യാപാരികൾ, ഈ സാമൂഹ്യ പ്രവർത്തകർ, ലഹരി വിരുദ്ധ പ്രവർത്തകർ, ഇവരെല്ലാവരുമായിട്ട് ചേർന്നൊരു മുഖാമുഖം പരിപാടി ഉണ്ടാകും, സംസാരിക്കും. അതിനുശേഷം വൈകിട്ട് 5-ന് ഭായ് കോളനി, ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടമാണ് ഭായ് കോളനി, അവിടെ എത്തി അവരുമായിട്ടുള്ളൊരു സംഭാഷണം, അവിടെ നേരിട്ടുള്ള ഒരു സന്ദർശനമാണ് ആഭ്യന്തരമന്ത്രി ഉദ്ദേശിക്കുന്നത്. രഞ്ജിത്ത്, ഏതായാലും ഓപ്പറേഷൻ തൂഫാനുമായി ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. 30 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ ഇതിനകം പിടിച്ചെടുത്തുവെന്നാണ്, ഈ തൂഫാൻ ഒരു മാസം പിന്നിടുമ്പോൾ 30 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തുവെന്നാണ് ആഭ്യന്തര വകുപ്പ് പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ ഒരു തുടർപ്രവർത്തനം ഉണ്ടാകണം. ഈ ചെറുകിട കച്ചവടക്കാർ മാത്രമല്ല, ഉപയോഗിക്കുന്നവർ മാത്രമല്ല, ഇതിനൊരു കേന്ദ്രമുണ്ടാകും. ഇത് വരുന്ന സ്ഥലങ്ങൾ കണ്ടെത്തണം. അങ്ങനെ വലിയ കടമ്പകൾ ആഭ്യന്തര വകുപ്പിന് മുന്നിലുണ്ട്. അതുണ്ടാകും, തുടർപ്രവർത്തനം ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചതും ശ്രദ്ധേയമാണ്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമായി ഈ ഓപ്പറേഷൻ തൂഫാൻ മാറുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.